ഒരാളുടെ തല വെട്ടിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? സംഭവം നടക്കുന്ന ഇപ്പോഴൊന്നുമല്ല, 270 AD കാലഘട്ടങ്ങളിലാണ്. അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഗ്ലാഡിസ് ചക്രവർത്തി ഒരു ചെറിയ നിയമം കൊണ്ടുവന്നു. രാജ്യത്തിലോട് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാൻ ഭടന്മാരും മറ്റുള്ളവരും കല്യാണം കഴിക്കാൻ പാടില്ല. ഈ ഒരു നിയമം കാരണം രാജ്യത്തുള്ള ലവ് ബേർഡ്സിനൊന്നും ഒന്നിക്കാൻ പറ്റിയില്ല. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി പാവം തോന്നിയ നമ്മുടെ വാലന്റൈൻ എന്ന് പേരുള്ള ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പുരോഹിതൻ രഹസ്യമായിട്ട് നമ്മുടെ ലവ് ബേർഡ്സിന്റെ ഒക്കെ കല്യാണം നടത്തി കൊടുത്തു. ഇതറിഞ്ഞ് നമ്മുടെ ഗ്ലാഡിസ് ചക്രവർത്തി അങ്ങനെ വെറുതെ ഇരിക്കുവോ? അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വാലന്റൈൻ പുരോഹിതനെ അങ്ങ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റായ വാലന്റൈൻ പുരോഹിതൻ ജയിലിൽ വെച്ച് നമ്മുടെ ജയിലറിന്റെ മകളായ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സ്ത്രീയുമായിട്ട് പ്രണയത്തിലായി. പുള്ളിക്കാരന്റെ ട്രൂ ലവിന്റെ പവർ കാരണം പുള്ളിക്കാർക്ക് കാഴ്ച വരെ തിരിച്ചു കിട്ടി. അങ്ങനെ രാജ്യത്തെ റൂൾസ് തെറ്റിച്ച പേരിൽ നമ്മുടെ വാലന്റൈൻ പുരോഹിതനെ ഫെബ്രുവരി 14 തല വെട്ടിയങ്ങ് കൊന്നു. സ്ഥാനമായിട്ട് ഒരു നോട്ടും പുള്ളി എഴുതി, ഫ്രം യുവർ വാലന്റൈൻ. അങ്ങനെ ട്രൂ ലവിന് വേണ്ടി സ്വന്തം തല വരെ പോയ നമ്മുടെ വാലന്റൈൻസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരി എന്നാ, കുറച്ച് പരിപാടിയുണ്ട്. അതിനൊക്കെ പെണ്ണില്ല, നീ സിംഗിൾ അല്ലേ? അതിവിടെ പറയണ്ട കാര്യമല്ലോ.